ഉദ്വേഗം നിറഞ്ഞ ആദ്യ പകുതി, കെട്ടഴിച്ചു കേസിലേക്കെത്തുന്ന രണ്ടാം പകുതി, ഒപ്പം ബോണസായി കൈയടിപ്പിച്ച് മമ്മൂട്ടിയും. ജയറാമിന്റെ അബ്രഹാം ഓസ്ലറെ കാണാന് ഇതില് കൂടുതല് കാരണങ്ങളൊന്നും വേണ്ട. ആദ്യ പകുതിയില് ജയറാമിന്റെ അതിശക്തമായ ഭാവമാണ് സിനിമയില് ഉയർന്നു നിൽക്കുന്നത്. അതോടൊപ്പം കുറ്റാന്വേഷണത്തിന്റെ രീതികള് പ്രേക്ഷകരിലേക്കെത്തിക്കുന്ന സംഗീതവും മേക്കിംഗ് രീതിയും. ഉദ്വേഗജനകമായ രീതിയിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനെ കൊണ്ടുപോയ ആദ്യ പകുതിയേക്കാള് കഥയുടെ ഉള്ളിലേക്കിറങ്ങുന്ന രണ്ടാം പകുതിയാണ് പ്രേക്ഷകനെ കൂടുതൽ ആകർഷിക്കുക. ജയറാമും സെന്തിലുമാണ് ആദ്യ പകുതിയുടെ ആകർഷണമെങ്കില് മമ്മൂട്ടിയും സൈജു കുറുപ്പും അനശ്വര രാജനും ജഗദീഷും ഉൾപ്പെടെയുള്ള വൻ താരനിരയാണ് രണ്ടാം പകുതിയെ ആവേശമാക്കാനെത്തുന്നത്. ഒരു സൂചനയും നൽകാതെ രണ്ടാം പകുതിയില് നിനക്കാത്തൊരിടത്ത് മാസ് എൻട്രി നടത്തുന്ന മമ്മൂട്ടിയുടെ ഡോക്ടർ അലക്സാണ്ടര് തിയേറ്റർ ഇളക്കി മറിക്കുമ്പോള് ജയറാം മമ്മൂട്ടി ആരാധകർക്ക് വിരുന്നാകും ഈ സിനിമ. മൂന്നാറിലെ റിസോർട്ടില് ഭാര്യയെയും മകളെയും കൂട്ടി 2 ദിവസത്തെ അവധി ചെലവഴിക്കാനെത്തുന്ന സിഇടി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണര് അബ്രഹാം ഓസ്ലർക്ക് വരുന്ന അജ്ഞാത ഫോണ് കോളിലെ കൊലപാതകത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. പ്രേക്ഷകരെ പരമാവധി മുൾമുനയില് നിർത്തുന്ന വിധത്തില് സിനിമയുടെ ഇൻട്രോ രംഗങ്ങള് ഒരുക്കിയിട്ടുണ്ട്. തന്റെ വ്യക്തി ജീവിതത്തില് സംഭവിച്ച വന ദുരന്തം ഇടയ്ക്ക് അതിഭ്രമത്തിലേക്കെത്തിക്കുന്നുണ്ട് നായകനെ. അയാള് പലപ്പോഴും മറ്റുള്ളവര് കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യും. പുസ്തകക്കൂട്ടത്തിലേക്കിഴഞ്ഞു കയറുന്ന പാമ്പും നിശ്ചലമായ ടെലിവിഷന് സെറ്റിനു മുമ്പിലെ പൂച്ചയും ജയില് കമ്പികളിലെ ഓന്തുമൊക്കെ അയാളുടെ മാത്രം തോന്നലുകളാണ്. എന്നാലതാവട്ടെ പ്രേക്ഷകനെ എളുപ്പത്തില് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംവിധായകന്റെ ഉപകരണങ്ങളുമാണ്. കാഴ്ചക്കാരന്റെ ചിന്തയുടെയും പ്രതീക്ഷയുടെയും മുകളില് കയറി ഭരിക്കുന്നിടത്താണ് സിനിമയുടെ എഴുത്തും സംവിധാനവും വിജയിക്കുന്നത്. ഓ, ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ, ഇനിയുള്ള രംഗം ഇങ്ങനെയായിരിക്കുമെന്നൊക്കെ പ്രേക്ഷകന് ചിന്തിക്കുന്ന നിമിഷത്തിലായിരിക്കും ഒറ്റ ട്വിസ്റ്റില് അബ്രഹാം ഓസ്ലര് ദിശ മാറുന്നത്. കഥ പറച്ചിലെ രീതി ചിലയിടങ്ങളിലൊക്കെ സങ്കീർണമായി തോന്നുമെങ്കിലും സിനിമയുടെ മേക്കിങ്ങില് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങള് നടത്തുന്നുണ്ട് സംവിധായകന്. കോഴിക്കോടും തൃശൂരുമാണ് കഥ നടക്കുന്നത്. അബ്രഹാം ഓസ്ലറില് കൗതുകം തോന്നിയ ഒരു കാര്യം 2 വർഷം മുമ്പിറങ്ങിയ റത്തീന സംവിധാനം നിർവഹിച്ച പുഴു സിനിമയുടെ അതേ ത്രെഡ് തന്നെയാണ് ഈ സിനിമയ്ക്കുമെന്നതാണ്. പുഴുവില് മമ്മൂട്ടിയോടൊപ്പം കസറി അപ്പുണ്ണി ശശിയും ഈ സിനിമയോടൊപ്പമുണ്ട്. ഒരേ ത്രെഡിനെ 2 വിധത്തില് ഒരു സാമ്യവുമില്ലാതെ പൂർത്തിയാക്കുമ്പോള് വ്യത്യസ്ത ചിന്തകളാണ് വിജയം നേടുന്നത്. 7-ാം നാള് തക്ഷകന്റെ വിഷദംശനമേറ്റ് മരിക്കുമെന്ന് ഭയന്ന പരീക്ഷിത രാജാവ് കടലിന് നടുവില് വന കൊട്ടാരം പണിത് അതില് ആരെയും സ്വീകരിക്കാതെ കഴിയുന്നു. എന്നാൽ 7-ാം ദിവസം അദ്ദേഹത്തെ കാണാനെത്തിയ സന്യാസിമാര് നൽകിയ പഴത്തില് പുഴുവിന്റെ രൂപത്തിലെത്തിയ തക്ഷകനെ രാജാവിനെ തടുക്കാനായില്ല. വിധിയെ തടുക്കാനാവില്ലെന്നാണ് പുരാണ കഥ പറഞ്ഞു തരുന്ന ഗുണപാഠം. ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന മകളുടെ ചോദ്യത്തിന് മുന്നില് അബ്രഹാം ഓസ്ലറിന് ഉത്തരം പറയാന് കഴിയുന്നില്ലെങ്കിലും സിനിമ കഴിയുമ്പോള് പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും. അബ്രഹാം ഓസ്ലറില് മാത്രമല്ല പുഴുവിലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് വില്ലന്റെ ഛായയായിരുന്നല്ലോ. അബ്രഹാം ഓസ്ലര് മറ്റൊരു കൗതുകം കൂടി പ്രേക്ഷകർക്കായി ചേർത്തുവെച്ചിട്ടുണ്ട്. പൂവച്ചില് ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ജോഷി മമ്മൂട്ടി ചിത്രം നിറക്കൂട്ടിലെ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന ഗാനം റീമേക്ക് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു. 2 ഇടങ്ങളിലൂടെ പോകുന്ന കഥയുടെ ഒഴുക്കിനെ ഒന്നിലേക്കെത്തിക്കാന് സംവിധായകന് ഈ ഗാനമാണ് ഫ്ലാഷ് ബാക്കില് ഉപയോഗിച്ചിരിക്കുന്നത്. മോഹൻലാല് ജീതത്തു ജോസഫ് കോർട്ട് റൂം ഡ്രാമ നേരെ എഴുതിയത് അഡ്വക്കറ്റായ ശാന്തി മായാദേവി എഴുതിയപ്പോള് ജയറാം മിഥുന് മാനുവല് മെഡിക്കല് ക്രൈം ഇൻവെസ്റ്റിഗേഷന് ത്രില്ലറര് ഡോക്ടർ രൺധീര് കൃഷ്ണന് എഴുതിയിരിക്കുന്നു. ഇരുവരും തങ്ങളുടെ പ്രൊഫഷനുമായി ചേർന്നു നിൽക്കുന്നത് ഭംഗിയായി നിർവഹിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ജയറാം തകർത്താടിയ മലയാള സിനിമയാണ് അബ്രഹാം ഓസ്ലര്. പൊന്നിയിന് സെൽവനിലെ ആഴവർക്കടിയന് നമ്പിയില് നിന്നും ഗംഭീരമായ മാറ്റമാണ് ജയറാം നടത്തിയിരിക്കുന്നത്. തന്റെ താരപരിവേഷം പരിഗണിക്കാതെ വേഷമെടുക്കാന് തയ്യാറായ മമ്മൂട്ടിയോട് ഈ സിനിമ കഴിയുമ്പോള് പിന്നെയും സ്നേഹം കൂടും. സിനിമ തീരുമ്പോള് ഒരു 2ാം ഭാഗ സാധ്യതയെ ഒളിപ്പിച്ചു വെക്കാനും മിഥുന് മാനുവല് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ മീഡിയ വാർത്തകൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യൂ. വാർത്ത ഇഷ്ടപ്പെട്ടാൽ ഹൃദയം തരാമോ, കൂട്ടുകൂടാമോ?